കേരളം ഇന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിനായി. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുക. ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ധവളപത്രത്തിലെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. കിഫ്ബിയിൽ സമഗ്രമായ പൊളിച്ചെഴുത്തുണ്ടാകും എന്നാണ് സൂചന. പെട്രോൾ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ധനത്തിന് സംസ്ഥാനം ചുമത്തിയ അധിക നികുതി പിൻവലിച്ചേക്കുമെന്നുള്ള സൂചനയുമുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. റോഷി, ഗുഡ് മോർണിംഗ്. അപ്പോൾ കാത്തിരിക്കുകയാണ് വി ഡി സതീശന്റെ ആദ്യ ബജറ്റിനായി. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, അതിലെന്തൊക്കെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ പല അഭിമുഖങ്ങളിലും വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഒരു പ്ലാനുകളെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏത് തരത്തിൽ പുതിയ ബജറ്റിൽ പ്രതിഫലിക്കുമെന്നറിയണം. അതോടൊപ്പം ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് ധവളപത്രത്തിൽ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി ഒരുപാട് നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെ വിസ്മയങ്ങൾ വി ഡി സതീശൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നറിയാൻ കേരളത്തിന് ആകെ വലിയ ആകാംക്ഷയുണ്ട്. റോഷി, ഷിഹാസ്രുതി, ഒന്ന്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക, വരുമാനം തന്നെ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എന്താണെന്ന് സൂചന ബജറ്റിലുണ്ടാകും. കാരണം നില മെച്ചപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ധവളപത്രത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് കിഫ്ബിയിലുള്ള സമഗ്രമായ പൊളിച്ചെഴുത്താണ്. കിഫ്ബിയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് കഴിഞ്ഞ കുറച്ചു കാലമായി. അതുകൊണ്ട് തന്നെ കിഫ്ബിയെ പൂർണ്ണമായും ഒഴിവാക്കാതെ കിഫ്ബിയെ ധനവകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട വരുമാനങ്ങൾക്ക് കിഫ്ബിയിലേക്ക് നേരിട്ട് പോകുന്നത് തടയാനുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ബജറ്റിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.